ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററായ മൈ സിസ്റ്റേഴ്സ് ഷൂ എന്നൊരു ചാപ്റ്ററിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ഒരു ഇറാനിയൻ ഫിലിം ഡയറക്ടറായ മാജിദ് മാജി എന്നൊരു റൈറ്ററാണ്. ഈ ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സിനിമയായ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നൊരു മൂവിയുടെ ഒരു സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ചാപ്റ്ററിലെ ഒന്നാമത്തെ സീനും രണ്ടാമത്തെ സീനും എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തത്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് അലിയും സഹറയും. അലി ഒന്നാമത്തെ സീനിൽ തൻ്റെ സിസ്റ്ററായ സഹറയുടെ ഷൂ റിപ്പയർ ചെയ്യാനൊരു കോബ്ലറുടെ ഷോപ്പിൽ കൊണ്ടുപോവുകയും അതിനുശേഷം അവൻ തിരിച്ചു വരുന്ന വഴി തൊട്ടടുത്തുള്ളൊരു ബേക്കറിയിൽ കയറി ബേക്ക് ചെയ്ത നാൻ വാങ്ങുകയുമാണ് ചെയ്തത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ സീനിലും രണ്ടാമത്തെ സീനിലും ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ മൂന്നാമത്തെ സീനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പേജ് നമ്പർ 58, സീൻ നമ്പർ 3. ലിസൺ. ഞാൻ ആദ്യം വായിക്കാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ ഫുട് പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്ത്, അലി കോബ്ലറുടെ ഷോപ്പിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി തൊട്ടടുത്തുള്ള ബേക്കറിയിലോട്ട് കയറി അവിടെ നിന്ന് അവൻ എന്ത് കളക്ട് ചെയ്തു? ബേക്ക് ചെയ്ത നാനാണ് കളക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ക്യാമറ ഇരിക്കുന്നത് പുറത്താണ്, ബേക്കറിയുടെ പുറത്ത്. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നാണ് മുകളിൽ തന്നിരിക്കുന്നത്. അതാണ് ദ ഫുട് പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി. ഫുട് പാത്ത് എന്ന് പറഞ്ഞാൽ നടവഴി, നടപ്പാത. ബേക്കറിക്ക് പുറത്തുള്ള നടപ്പാതയിൽ അവിടെ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് മെൻ ആർ വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി ടു ബൈ നാൻ. ഈ ബേക്കറിക്ക് പുറത്തായിട്ട് കുറേ അധികം ആൾക്കാർ എന്ത് ചെയ്യേണ്ട, ഒരു ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അവർ വന്നത്? ടു ബൈ നാൻ. അപ്പോൾ നമ്മുടെ അലി വന്ന അതേ കാര്യത്തിന് തന്നെയാണ് ഈ ബേക്കറിയിൽ വന്നിരിക്കുന്ന മറ്റ് ആളുകളും വന്നിരിക്കുന്നത്. എന്ത് വാങ്ങാനാണ്? നാൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവരും വന്നിരിക്കുന്നത്. ദ ഔട്ട്ലൈൻ ഓഫ് ബിൽഡിങ്സ് ഇൻ ദ സ്ട്രീറ്റ് ഈസ് സീൻ ഇൻ ദ ഡിസ്റ്റൻസ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സ്ട്രീറ്റിലുള്ള മറ്റ് ബിൽഡിങ്ങുകളുടെ ഒരു ഔട്ട്ലൈൻ, ഒരു ഏകദേശ രൂപം നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാമറയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അലി ഈസ് സീൻ കമ്മിങ് ഔട്ട് ഫ്രം ദ ബേക്കറി ഇൻ ടു ദ ഫുട് പാത്ത്. അങ്ങനെ ഈ സമയത്താണ് അലി എന്ത് ചെയ്യുന്നത്? നാനും വാങ്ങിയിട്ട് ബേക്കറിയിൽ നിന്ന് പുറത്തോട്ടുള്ള നടപ്പാതയിലോട്ട് ഇറങ്ങി വരുന്നത്. ദ പാഴ്സൽ ഓഫ് നാൻ ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. ഇപ്പോൾ അവൻ്റെ കയ്യിൽ 2 കവറുകളുണ്ട്. നേരത്തെ അവൻ്റെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? നമ്മുടെ കോബ്ലറുടെ ഷോപ്പിൽ നിന്ന് അവൻ നേരെയാക്കി വാങ്ങിയ തൻ്റെ സിസ്റ്ററുടെ ഷൂ അവനൊരു കവറിലാണ്, ഒരു ബ്ലാക്ക് കവറിലാണ് ഇട്ടിരുന്നത്. അതുമുണ്ട്. പിന്നെയോ നേരത്തെ വാങ്ങിയ നാനിൻ്റെ ഒരു കവർ ഇപ്പോൾ അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 2 കവറുണ്ട്. അത് ഏതൊക്കെ കയ്യിലാണെന്നാണ് പറയുന്നത്. ഏതൊക്കെ കയ്യിലാണ്? ദ പാഴ്സൽ ഓഫ് നാൻ ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. അവൻ്റെ റൈറ്റ് ഹാൻഡിലായിട്ട് എന്തുണ്ട്? ആ നാനിൻ്റെ പാഴ്സലും ആൻഡ് ദ പാഴ്സൽ ഓഫ് ഷൂ ഇൻ ഹിസ് ലെഫ്റ്റ് ഹാൻഡിലായിട്ട് ആ ഷൂവിൻ്റെ പാഴ്സൽ. അങ്ങനെ 2 കവറുമായിട്ട് അതിൽ എന്ത് ചെയ്യാണ്? ബേക്കറിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരാം. ഹീ ക്രോസസ് ദ പേയ്മെൻറ്റ്. അങ്ങനെ വന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആ നടവഴി അല്ലെങ്കിൽ ആ റോഡ് അവൻ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലെത്തി. ആൻഡ് വാക്സ് ഇൻ ടു എ വെജിറ്റബിൾ സ്റ്റോർ. എന്നിട്ട് അവൻ നേരെ തൊട്ടടുത്തുള്ളൊരു വെജിറ്റബിൾ സ്റ്റോറിലോട്ടാണ് അവൻ എന്ത് ചെയ്തത്? കടന്നത്. വെജിറ്റബിൾ സ്റ്റോർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കട. പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട്, അതായത് ഓൾറെഡി അവൻ എന്ത് വാങ്ങിക്കഴിഞ്ഞു? നാൻ വാങ്ങിക്കഴിഞ്ഞു അല്ലേ? അപ്പം ഇനി അതിന് വേണ്ടിയിട്ട് എന്തുണ്ടാക്കണം? കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ വെജിറ്റബിൾസ് വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്യാണ്? ബേക്കറിയിൽ നിന്ന് നേരെ ഇറങ്ങി വന്നിട്ട് പേയ്മെൻറ്റ് ക്രോസ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള വെജിറ്റബിൾ ഷോപ്പിലോട്ട് കയറിച്ചു. ആര്? നമ്മുടെ മെയിൻ കഥാപാത്രമായ അലി. ഹീ പ്ലേസസ് ദ ബണ്ടിൽ ഓഫ് നാൻ ഓൺ ടോപ്പ് ഓഫ് എ പൈൽ ഓഫ് ബോക്സസ് ഓഫ് വെജിറ്റബിൾസ് stacked in front of the shop and the bag of shoes in the small gap between 2 boxes. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് അവൻ്റെ കയ്യിൽ 2 ബാഗുകളുണ്ട് അല്ലേ? അതിലവൻ ആ നാനിൻ്റെ ബാഗ് എന്ത് ചെയ്തു? ഈ വെജിറ്റബിൾസ് ഇങ്ങനെ അടുക്കി പരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് അവൻ എന്ത് കൊണ്ടുവച്ചത്? ഈ നാനിൻ്റെ പാഴ്സൽ കൊണ്ടുവച്ചത്. വേറൊരു കവറും കൂടി അവൻ്റെ കയ്യിലുണ്ട്. ഏത് കവറാണ്? ആ ഷൂവിൻ്റെ കവർ അല്ലേ? ആ ഷൂവിൻ്റെ കവർ അവൻ എന്താ ചെയ്തത്? ആൻഡ് ദ ബാഗ് ഓഫ് ഷൂ ഇൻ ദ സ്മാൾ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ബോക്സസ്. താഴെ ഈ വെജിറ്റബിൾസ് ഇങ്ങനെ അടുക്കി വെച്ചതിൻ്റെ അടിയിൽ എന്തുണ്ട്? ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ അവൻ എന്ത് കൊണ്ടുവച്ചു?
ഈ ഷൂവിൻ്റെ ബാഗും കൊണ്ടുവച്ചു. അപ്പോൾ നാനിൻ്റെ പാഴ്സൽ അവൻ വെജിറ്റബിൾസിന് മുകളിലും വെച്ചു. അതായത് വെജിറ്റബിൾ ഷോപ്പിൽ ഇങ്ങനെ വെജിറ്റബിൾസ് പരത്തി വെച്ചിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ അവൻ എന്ത് ചെയ്തു, നാനിൻ്റെ ബണ്ടിൽ കൊണ്ടുവച്ചു. തൊട്ട് താഴെ ഈ ബോക്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം, ഈ ഷൂവിൻ്റെ ബണ്ടിൽ അവൻ കൊണ്ടുവച്ചു. എന്നിട്ട് അവൻ ഉള്ളിലോട്ട് പോയിട്ടാണ് എന്ത് വാങ്ങുന്നത്, വെജിറ്റബിൾസ് വാങ്ങുന്നത്. നോക്കാം നമുക്ക്. ഓൺ ദ സൗണ്ട് ട്രാക്ക് എ ഹോക്കേഴ്സ് വോയിസ് ഈസ് ഹേർഡ്, സാൾട്ട് സാൾട്ട് ഫോർ ട്രേഡ്. അങ്ങനെ ഈ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു സിനിമ ആയിട്ടാണ് നിങ്ങൾ മനസ്സിൽ കണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേറൊരു സൗണ്ട് കേൾക്കാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. എന്താണ്, സാൾട്ട് സാൾട്ട് ഫോർ ട്രേഡ്. ഒരു ഉപ്പ് വിൽപ്പനക്കാരൻ്റെ ശബ്ദമാണ്. അതായത് ഉപ്പ് വിൽപ്പനയ്ക്കുന്ന ഒരാളിങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കേൾക്കാം. ദ ഷോപ്പ് കീപ്പർ ഈസ് സീൻ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ കൗണ്ടർ. അപ്പോൾ നമുക്ക് സീനിൽ ആരെയും കൂടി കാണാം, ഈ ഷോപ്പ് കീപ്പർ കടക്കാരനെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, സീനിൽ കാണാം. ആ കടക്കാരൻ എന്ത് ചെയ്യാണ്, ഹീ സീൻ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ കൗണ്ടർ. കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൈസയൊക്കെ വാങ്ങാതിരിക്കില്ലേ മെയിൻ എൻട്രൻസിൽ തന്നെ ഈ ഷോപ്പിൻ്റെ, ആ കൗണ്ടർ തൊട്ട് പിന്നിലായിട്ട് ആരിയ്ക്കുന്നുണ്ട്, കടക്കാരൻ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ കാണുന്നത് അലി ആദ്യം കോബ്ലറുടെ ഷോപ്പിൽ പോയി അവിടുന്ന് ഇറങ്ങി, പിന്നെ ബേക്കറിയിലോട്ട് കയറി, അവിടുന്ന് ഇറങ്ങിയിട്ട് അലി ഇപ്പോൾ എവിടെ എത്തി, വെജിറ്റബിൾ ഷോപ്പിലെത്തി നിൽക്കുകയാണ്. രണ്ട് പാഴ്സലും അവൻ അവിടെ വെച്ച് ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് ആരെ കാണാൻ സീനിൽ, ഷോപ്പ് കീപ്പറെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കാം നമുക്ക്. അലി ടു ദ ഷോപ്പ് കീപ്പർ. ഇനി പറയുന്ന ഒരു ഡയലോഗാണ്, അലി പറഞ്ഞ ഡയലോഗ്. ആരോടാ പറയുന്നത്, ടു ദ ഷോപ്പ് കീപ്പർ. ഷോപ്പ് കീപ്പറോട് പറയുന്ന ഡയലോഗാണ്. എന്താണ് നോക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും അക്ബർ അക്ക, ഐ നീഡ് സം പൊട്ടറ്റോസ്. ഈ അക്ക എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ഓർ സാർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു അഭിവാദ്യം ചെയ്യണം. അസ്സലാമു അലൈക്കും, ഐ നീഡ് സം പൊട്ടറ്റോസ്. എനിക്ക് എന്ത് വേണം, എനിക്ക് കുറച്ച് പൊട്ടറ്റോസ് ആവശ്യമാണെന്ന് അലി ആരോട് പറയാണ്, ഷോപ്പ് കീപ്പറോട് പറഞ്ഞു. ഓക്കെ, ഇനി അക്ബർ അപ്പോൾ ചെയ്ത കാര്യം എന്താണെന്ന് നോക്കാം നമുക്ക്. അക്ബർ ദ ഷോപ്പ് കീപ്പർ ഗീവ്സ് അലി എ സ്മാൾ ബ്ലാക്ക് ബാഗ് ടു പുട്ട് പൊട്ടറ്റോസ് ഇൻ. ഇത് കേട്ടപ്പോൾ നമ്മുടെ കടക്കാരൻ്റെ പേര് അക്ബർ എന്നാണ്. അക്ബർ എന്ത് ചെയ്തു, ഒരു കറുത്ത പ്ലാസ്റ്റിക് കവർ കൊടുത്തു ആർക്ക്, നമ്മുടെ അലിക്ക്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും, പൊട്ടറ്റോസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു കറുത്ത കവർ കൊടുത്തു. അലി സ്റ്റാർട്ട്സ് പിക്കിംഗ് ദ ലാർജ് വോൾസം പൊട്ടറ്റോസ് ഇൻ എ ബോക്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹീപ്പ്. ഓക്കെ, എന്നിട്ട് അങ്ങനെ പൊട്ടറ്റോ അങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അലി ബുദ്ധിമാനാണ്, അവൻ എന്ത് ചെയ്തു, ഈ പൊട്ടറ്റോസിൻ്റെ അവിടെ നിന്നുള്ള ലാർജ് വലിയ വലുപ്പമുള്ള പൊട്ടറ്റോസ് നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓരോന്നായിട്ട് തൻ്റെ കവറിലോട്ട് ഇടാൻ തുടങ്ങി. അതായത് അവനോട് തന്നെ സെലക്ട് ചെയ്തോളം പറഞ്ഞു, നീ എടുത്തോളൂ എന്നുള്ള രീതിയിൽ അവനൊരു കവർ കൊടുത്ത് പറഞ്ഞു, നീ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, നേരെ അവിടെ കൂട്ടി ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂനയായി വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോസിൽ നിന്ന് എന്ത് ചെയ്യാണ്, വലിയ പൊട്ടറ്റോസ് നോക്കി അവൻ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്തിടുകയാണ് ഇവിടെ കവറിൽ. അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള ആളാണ് അല്ലേ, അതായത് വലിയ പൊട്ടറ്റോസ് മാത്രമേ അവൻ എന്ത് ചെയ്യുന്നുള്ളൂ, സെലക്ട് ചെയ്യുന്നുള്ളൂ. ഇതാര് കണ്ടു, അക്ബർ കണ്ടു. അപ്പോൾ അക്ബർ എന്താ പറഞ്ഞത് നോക്കാം നമുക്ക്. അപ്പോൾ അക്ബർ പറയാം, നോട്ട് ദോസ് കിഡ്, പിക്ക് സം ഡൗൺ ദെയർ. അപ്പോൾ അക്ബർ പറയാം, നീ മുകളിൽ നിന്നുള്ള അവിടെ നിന്ന് എടുക്കരുത്, താഴെ വേറെ ഭാഗത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് പൊട്ടറ്റോസ്, അതിൽ നീ എന്ത് ചെയ്തോ, നിനക്ക് വേണ്ട പൊട്ടറ്റോസ് എടുത്തു. അതായത് മുകളിൽ വലിയ പൊട്ടറ്റോസും താഴെയാണ് എന്ത് വെച്ചിരിക്കുന്നത്, ചെറിയ പൊട്ടറ്റോസ്. അപ്പോൾ അക്ബർ പറയണെന്ത്, നീ മുകളിൽ നിന്ന് എടുക്കരുത്, എവിടെ നിന്ന് എടുത്തോ, താഴെ കൂട്ടിയിട്ടിരിക്കുന്ന ഈ ചെറിയ പൊട്ടറ്റോസ് എന്ത് ചെയ്തോളൂ, നിനക്ക് വേണ്ട പൊട്ടറ്റോസ് എടുത്തോളൂ എന്ന് ആര് പറയാണ്, അക്ബർ അലിയോട് പറഞ്ഞു. നോക്കാം നമുക്ക് ഇനി എന്താ ഉണ്ടായത്. അലി മൂവ്സ് ടു ദ റൈറ്റ്, സ്കോട്ട്സ് ഡൗൺ ആൻഡ് ഫിൽസ് ദ ബാഗ് വിത്ത് സ്മാളർ പൊട്ടറ്റോസ് ഫ്രം എ ബോക്സ് ഓൺ ദ ഫ്ലോർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴെ എന്തുണ്ട്, ഒരു ബോക്സിൽ നമ്മുടെ അക്ബർ ചെറിയ പൊട്ടറ്റോസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അലി അവിടെ കുനിഞ്ഞിരുന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ചെറിയ പൊട്ടറ്റോസ് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യാൻ തുടങ്ങി. അതായത് അവിടെ കൂട്ടിയിരിക്കണമൊക്കെ ചെറിയ പൊട്ടറ്റോസാണ്, അതിൽ നിന്ന് ആവശ്യമുള്ള പൊട്ടറ്റോസ് അവൻ കളക്ട് ചെയ്ത് തൻ്റെ ബാഗിൽ നിറയ്ക്കാൻ തുടങ്ങി. ക്ലോസപ്പ് ഓഫ് അലി പിക്കിംഗ് ദ പൊട്ടറ്റോസ്. ഇപ്പോൾ നമുക്ക് എന്ത് കാണാം, ക്ലോസപ്പ് ഷോട്ടാണ്, തൊട്ടടുത്തുള്ള ഷോട്ടാണ്. അപ്പോൾ ആ ക്ലോസപ്പ് ഷോട്ടിൽ നമുക്ക് ആരെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ, അലീനെയും കാണാം. പിന്നെ അലി എന്ത് ചെയ്യാണ്, ഈ പൊട്ടറ്റോസ് ഇങ്ങനെ ഓരോന്നായിട്ട് നിറയ്ക്കുന്ന ഷോട്ട് മാത്രമേ നമുക്കിപ്പോൾ ക്യാമറയിൽ കാണാൻ സാധിക്കുള്ളൂ. നിങ്ങളും ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതൊരു മൂവിയാണ്, ഈ മൂവിയുടെ സ്ക്രിപ്റ്റാണത്. അപ്പോൾ ഈ പറയുന്ന സീനൊക്കെ അതിൽ വന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി എന്താ ഉണ്ടായെന്ന് നോക്കാം. കട്ട് ടു വ്യൂ ഓഫ് ദ ഷോപ്പ് ഫ്രം ദ പേയ്മെൻറ്റ്. ഇപ്പോൾ ഇതുവരെ ക്യാമറ എവിടെയായിരുന്നു, ഇൻസൈഡ് ദ ഷോപ്പ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ക്യാമറ അതിന് ശേഷം എവിടെ എത്തി, പുറത്താണ്. അതായത് കട്ട് ടു ദ വ്യൂ ഓഫ് ദ ഷോപ്പ് ഫ്രം ദ പേയ്മെൻറ്റ്. പുറത്തുള്ള നടവഴിയില്ല, അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ ഇങ്ങോട്ട് ഷോപ്പിൻ്റെ ഉള്ളിലോട്ടുള്ള വ്യൂ. അതായത് ഇതുവരെ ക്യാമറ അകത്തായിരുന്നു, ഇപ്പോൾ ക്യാമറ പുറത്ത് വെച്ചിട്ടുള്ള വ്യൂസാണ്. നോക്കാം നമുക്ക്. എ മാൻ പുഷിങ് എ ഹാൻഡ് കാർട്ട് ഫിൽഡ് വിത്ത് ജങ്ക് എൻഡേഴ്സ് എ ഫ്രെയിം ഫ്രം ദ റൈറ്റ് ആൻഡ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. അപ്പോൾ ഈ ക്യാമറയുടെ റൈറ്റ് സൈഡിൽ നിന്നായിട്ട് എന്ത് ചെയ്യാണ്,
ഒരാളിങ്ങനെ ഒരു ഉന്തുവണ്ടി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വരികയാണ്. അതിൽ മുഴുവൻ എന്താണ്? ജങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? വേസ്റ്റുകളായിരുന്നു. അതായത് വേസ്റ്റുകളില്ലേ, കടലാസിൻ്റെ ഇതിൻ്റെയൊക്കെ കവറൊക്കെ ഉണ്ടാവില്ലേ, അതായത് വേസ്റ്റ് കളക്ടറായിരുന്നു. അത് ജങ്ക് കളക്ടറായിരുന്നു ആര്? ഈ ഉന്തുവണ്ടി ഉന്തിക്കൊണ്ട് ആ ക്യാമറയുടെ റൈറ്റ് സൈഡിലൂടെ എന്ത് ചെയ്തത്? നമ്മുടെ സീനിലോട്ട് പ്രവേശിച്ചത്. ഓക്കെ, ദ ജങ്ക് കളക്ടർ. നമ്മൾ ജങ്ക് കളക്ടർ പറയാണ് ലൗഡ്ലി ടു ദ ഷോപ്പ് കീപ്പർ. ഉറക്കെ ആരോട് പറയാണ്? ഷോപ്പ് കീപ്പറോട് ഉറക്കെ എന്തോ ഒരു കാര്യം പറയണം. എന്താണ്? അസ്സലാമു അലൈക്കും വിത്ത് യുവർ പെർമിഷൻ. അതൊരു അഭിസംബോധന ചെയ്തു. വിത്ത് യുവർ പെർമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ ഈ വേസ്റ്റൊക്കെ പെറുക്കിക്കോട്ടെ എന്ന് ആര് ചോദിക്കുകയാണ്? ജങ്ക് കളക്ടർ നമ്മുടെ ഷോപ്പ് ഓണറായ അക്ബറിനോട് എന്ത് ചെയ്യാണ്? ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സമയം മുഴുവൻ അലിയുടെ 2 പാഴ്സലും ഉണ്ട് അവിടെ. ഒരു പാഴ്സൽ താഴെ ബോക്സിൻ്റെ അവിടെയുണ്ട്, ഒരു പാഴ്സലോ പച്ചക്കറിയുടെ മുകളിലും വെച്ചിട്ടുണ്ട്. 2 പാഴ്സൽ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ജങ്ക് കളക്ടർ ആ സമയത്ത് വന്നു, അക്ബറിനോട് അനുവാദം ചോദിച്ചു. ഞാനിതൊക്കെ പെറുക്കിക്കോട്ടെ, പുറത്ത് കിടക്കുന്ന വേസ്റ്റൊക്കെ പെറുക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, ദ ജങ്ക് കളക്ടർ പിക്സ് എ ബണ്ടിൽ ഓഫ് യൂസ്ഡ് പോളിത്തീൻ ബാഗ്സ് ലൈങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ നിയർ ദ ബോക്സസ് ഓഫ് വെജിറ്റബിൾസ്. അതായത് അപ്പോൾ ഈ ഒരു പച്ചക്കറിക്കട ആയതുകൊണ്ട് തന്നെ കുറേ കവറുകൾ, പോളിത്തീൻ കവറുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയും ഇവിടെയൊക്കെ പരന്ന് കിടക്കുന്നുണ്ട്. അതൊക്കെ അയാൾ എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് ഇങ്ങനെ പെറുക്കി തന്നെ ഹാൻഡ് കാർട്ട്, അതായത് ഉന്തുവണ്ടിയിൽ എന്ത് ചെയ്യാണ്? നിറച്ചു. ആര്? നമ്മുടെ ജങ്ക് കളക്ടർ. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറി കിടക്കുക എന്നാണ് മീനിങ്. അതായത് പരന്ന് കിടക്കുന്നുണ്ടാവും. അതൊക്കെ അയാൾ എന്ത് ചെയ്തു? പെറുക്കി തൻ്റെ ഈ ഹാൻഡ് കാർട്ടിൽ നിറച്ചു. ആൻഡ് ത്രോസ് ദം ഇൻ ടു ദ കാർട്ടിലോട്ട് ഇട്ടു. ഹീ സീസ് അലീസ് പാഴ്സൽ ഓഫ് ഷൂസ്. ആ സമയത്താണ് അയാൾ എന്ത് കാണുന്നത്? അലി താഴെ വെച്ചിരുന്ന ആ ഷൂസിൻ്റെ പാഴ്സൽ അവൻ കാണുന്നത്. ഒരു ബ്ലാക്ക് കവർ, അത് അവിടെ കിടക്കണ, അതായത് അവിടെ ഇരിക്കുന്നത് ആര് കണ്ടു? ജങ്ക് കളക്ടർ കണ്ടു. ഓക്കെ, ടേക്കിംഗ് ഇറ്റ് ഫോർ ജങ്ക് ഹീ പിക്സ് ഇറ്റ് അപ്പ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ കാർട്ട്. അയാൾ എന്ത് വിചാരിച്ചു? പ്ലാസ്റ്റിക് കവറല്ല, അത് ചിലപ്പോൾ വേസ്റ്റ് ആരെങ്കിലും ചുരുട്ടി കൂട്ടി വെച്ചതാണെന്ന് വിചാരിച്ചിട്ട് ആ വേസ്റ്റും കൂടി അയാൾ എന്ത് ചെയ്യാണ്? തൻ്റെ ഈ വണ്ടിയിലോട്ട് നിറച്ചു. അത് അയാൾക്ക് അറിയില്ല അതിലൊരു ഷൂസ് ആണെന്നോ അത് അലിയുടെ കവറാണെന്നൊന്നും അയാൾക്ക് അറിയില്ല. അയാൾ എന്ത് തെറ്റിദ്ധരിച്ചു? വേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ആ കറുത്ത പോളിത്തീൻ കവർ എന്ത് ചെയ്യാണ്? എടുത്ത് എൻ്റെ വണ്ടിയിലോട്ട് നിറച്ചു. അതായത് അതിലോട്ട് ഇട്ടു. അയാൾക്കറിയില്ല. ദ ജങ്ക് കളക്ടർ പറയുകയാണ് ഗുഡ് ബൈ. അപ്പോൾ ആരോടെ ഗുഡ് ബൈ പറയണം? അക്ബറിനോട്. അപ്പോൾ അക്ബർ തിരിച്ചെന്താ പറയുന്നത്? ഗുഡ് ബൈ ദ ജങ്ക് കളക്ടർ ലീവ്സ്. ഇത്രയും പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്? ജങ്ക് കളക്ടർ തൻ്റെ ഉന്തുവണ്ടി ഉന്തിക്കൊണ്ട് അവിടെ നിന്ന് പോയി. അപ്പോൾ ഈ സീനിൽ ആരൊക്കെ വന്നത്? അക്ബർ, ദ ഷോപ്പ് ഓണർ, പിന്നെ അലി, പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ ജങ്ക് കളക്ടർ വന്നു. ജങ്ക് കളക്ടർ ഇത് അലിയുടെ പാഴ്സലാണ് എന്ന് അറിയാതെ വേസ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ ഷൂസ് വെച്ചിരുന്ന കവർ എന്ത് ചെയ്തു? തൻ്റെ വണ്ടിയിലിട്ടിട്ട് അയാൾ അവിടെ നിന്ന് പോയി. ഇത് ആരും അറിയുന്നില്ല? നമ്മുടെ അലി അറിയുന്നില്ല. അലി ഇപ്പോഴും എന്ത് ചെയ്യാണ്? അകത്ത് ചെന്നിട്ട് അവൻ ആവശ്യമായ പൊട്ടറ്റോസ് എന്ത് ചെയ്യാണ്? പെറുക്കി നിറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, നോക്കാം നമുക്കിനി. കട്ട് ടു വ്യൂ ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ്. ഇപ്പോൾ ക്യാമറ ഒരിക്കൽ കൂടി എവിടെയാണ് ഇരിക്കുന്നത്? ഇൻസൈഡ് ദ ഷോപ്പ്, ഷോപ്പിനകത്താണ്. ഓക്കെ, അക്ബർ ഈസ് ഓൺ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ഫ്രെയിം കൗണ്ടിങ് മണി. ഇപ്പം നമുക്ക് ഫ്രെയിമിൽ എന്ത് കാണാം? നമ്മുടെ ഷോപ്പ് കീപ്പറായ അക്ബർ എന്ത് ചെയ്യാണ്? മുന്നേ കിട്ടിയ പൈസയൊക്കെ അയാൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത്, അതായത് എണ്ണി തിട്ടപ്പെടുത്തുന്ന സീനാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്? TV നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ആ ഭാഗമാണ് ഇപ്പോൾ നമുക്ക് ക്യാമറയിൽ കാണുക. കട്ട് ടു അലി ഫില്ലിങ് ഹിസ് ബാഗ് വിത്ത് പൊട്ടറ്റോസ്. ഒരിക്കൽ കൂടി ഇപ്പോൾ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു അലിയുടെ ഭാഗത്തേക്ക്. അലി എന്ത് ചെയ്യാണ്? ഈ പൊട്ടറ്റോസ് ഇങ്ങനെ എടുത്തെടുത്ത് തൻ്റെ കവർ നിറയ്ക്കുന്ന അങ്ങോട്ടേക്ക് ക്യാമറയുടെ ഭാഗം വന്നു. അലി ഫിനിഷസ് ഫില്ലിങ് ദ ബാഗ് ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ടു അക്ബർ ഫോർ വെയിങ്. അലി അവന് ആവശ്യമായ പൊട്ടറ്റോസ് എടുത്ത ശേഷം, വെയിങ് എന്ന് പറഞ്ഞാൽ എന്താ? തൂക്കം നോക്കാൻ വേണ്ടിയിട്ട് ഈ കവർ ആർക്ക് നൽകി? നമ്മുടെ കടയുടെ ഓണറായ അക്ബറിന് നൽകി. വെയിറ്റ് നോക്കണ്ടേ? ഒരു സാധനം വാങ്ങുമ്പോൾ വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ പൈസ തീരുമാനിക്കുക, അല്ലേ? അപ്പോൾ അലി നമ്മുടെ അക്ബറിന് ഈ കവർ കൊടുത്തു. ആവശ്യമായ പൊട്ടറ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള കവർ അയാൾക്ക് തൂക്കി നോക്കാൻ കൊടുത്തു. അക്ബർ ഹോൾഡ്സ് ദ ബാഗ് ഇൻ ഹിസ് ഹാൻഡ് ടു ഫീൽ ദ വെയിറ്റ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ബാക്ക് ടു അലി. അക്ബർ പക്ഷേ ഈ ത്രാസില്ലേ നമ്മുടെ, അതിലൊന്നും ഇട്ടില്ല, തൂക്കം നോക്കാനുള്ള ത്രാസിലൊന്നും വെച്ചില്ല. അയാൾ എന്ത് ചെയ്യാണ്? കയ്യിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഏകദേശ ഭാരം കണക്കാക്കിയിട്ട് ഈ കവർ ആർക്ക് നൽകി? നമ്മുടെ അലിക്ക് നൽകി. അതായത് തൂക്കം നോക്കുന്ന മെഷീനിലൊന്നും വെക്കാതെ ഒരു ഊഹം വെച്ചിട്ടുള്ള ഒരു തൂക്കം നോക്കൽ ഈ കവർ ആർക്ക് തന്നെ കൊടുത്തു? നമ്മുടെ അലിക്ക് തന്നെ നൽകി. എന്നിട്ട് അക്ബർ പറയണം എത്ര രൂപയായി? 65 ടൊമൻസ്. നമ്മൾ ടൊമൻസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഒരു ഓൾഡ് ഇറാനിയൻ കറൻസിയാണ്. അപ്പോൾ എത്ര രൂപയ്ക്കുള്ള പൊട്ടറ്റോസ് അവിടെ ഉണ്ട്? അക്ബർ പറയണം എത്രയാണ്? 65 ടൊമൻസ്. 65 ടൊമൻസിനുള്ള പൊട്ടറ്റോസ് ഉണ്ട് ഇത് എന്ന് ആര് പറയുകയാണ്? നമ്മുടെ ഷോപ്പ് കീപ്പറായ അക്ബർ അലിയോട് പറഞ്ഞു. അപ്പോൾ അലി പറയാണ്
മൈ മാം സെഡ് ടു പുട്ട് ഇറ്റ് ഓൺ അവർ ടാബ്. ടാബ് എന്ന് പറഞ്ഞാൽ പറ്റ് ബുക്ക്, അതായത് നമ്മൾ മാസാവസാനം പൈസ കൊടുക്കുന്ന ഏർപ്പാടില്ലേ, അതായത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് മാസാവസാനമാണ് എന്ത് കൊടുക്കുക, പൈസ കൊടുക്കുക. അതാണ് ഈ ടാബ്, പറ്റ് ബുക്ക് എന്ന് പറയാം. അതിൽ എഴുതിക്കോളാൻ പറഞ്ഞു ആര്, നമ്മുടെ അലി. അതായത് അലിയുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, അമ്മ പറഞ്ഞു എന്ത് ചെയ്യാൻ, ഇവിടെ എഴുതിക്കോളാൻ അവസാനം തരാന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു. ആരോട്, നമ്മുടെ ഷോപ്പ് കീപ്പറായ അക്ബറിനോട്. അക്ബർ പറയാണ്, ടെൽ ഹർ യുവർ അക്കൗണ്ട് ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് ലിമിറ്റ്. നിങ്ങൾ അവരോട് പറയൂ നിങ്ങളുടെ ഈ അക്കൗണ്ടിൻ്റെ ലിമിറ്റൊക്കെ എന്ത് ചെയ്തു, പരിധിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ എന്താ അർത്ഥാക്കേണ്ടത്, ഇതിന് മുന്നേയും അലി കുറേ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്, അപ്പോഴൊന്നും അവൻ എന്ത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല, പൈസ കൊടുക്കാൻ സാധിച്ചില്ല. അപ്പം മുന്നത്തെ കുറേ പൈസ എന്ത് ചെയ്യുന്നുണ്ട്, പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത്. ഷീ ഷുഡ് പേ അറ്റ്ലീസ്റ്റ് എ പാർട്ട് ഓഫ് ഇറ്റ്. എന്നുള്ള ഒരു കാര്യം കൂടി പറയാം, കുറച്ച് എന്തെങ്കിലും പൈസ അവളോട് എന്ത് ചെയ്യാൻ പറയൂ, വേഗം ഇവിടെ കൊണ്ടുവന്ന് അടയ്ക്കാൻ പറയൂ എന്ന് നമ്മുടെ അക്ബർ, ഷോപ്പ് കീപ്പറായ അക്ബർ ആരോട് പറഞ്ഞു, അലിയോട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അലി പറയാണ് ഓൾ റൈറ്റ്, ശരി. അലി ടേൺസ് ടു ഗോ. ഇതിന് ശേഷം അലി എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് പോവാൻ തയ്യാറായി, ഇറങ്ങി അവിടെ നിന്ന്. കട്ട് ടു വ്യൂ ഫ്രം ഔട്ട്സൈഡ് ദ ഷോപ്പ്. ഇപ്പോൾ ക്യാമറ എവിടെ ഇരിക്കുകയാണ്, ഷോപ്പിൻ്റെ പുറത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ എൻട്രൻസും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് ശേഷം അലി ഇങ്ങടെ വന്നിട്ടുണ്ടാവുക, 2 കവർ വെച്ചിട്ടുണ്ട് അല്ലേ, 2 കവർ എടുക്കാനാണ് ആര് വരുന്നത്, അലി തിരിച്ചു വരുന്നത്. അപ്പോൾ നോക്കാം ഇനി അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന്. ഹീ ഗോസ് ടു ദ പൈൽ ഓഫ് ബോക്സസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ് ആൻഡ് പിക്സ് ദ ബണ്ടിൽ ഓഫ് നാൻ ആൻഡ് ദെൻ ലുക്സ് ഫോർ ദ ബാഗ് ഓഫ് ഷൂസ്. നേരെ അവൻ വന്നു, ആ വെജിറ്റബിൾസിന് മുകളിൽ വെച്ചിരിക്കുന്ന നാനിൻ്റെ കവർ അവൻ എന്ത് ചെയ്തു, ആദ്യം എടുത്തു. അതിനുശേഷം അവൻ നോക്കുകയാണ് എന്ത്, തൻ്റെ ആ ഷൂസ് വെച്ചിരുന്ന കവർ എവിടെയെന്ന് അവൻ നോക്കാൻ തുടങ്ങി. അൺഏബിൾ ടു ഫൈൻഡ് ഇറ്റ്. പക്ഷെ അവനത് കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം ഓൾറെഡി അത് ആര് കൊണ്ടുപോയി, ജങ്ക് കളക്ടർ വേസ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ ഷൂസ് അടങ്ങിയ കവർ എന്ത് ചെയ്തു, കൊണ്ടുപോയി. അൺഏബിൾ ടു ഫൈൻഡ് ഇറ്റ്, ഹി പ്ലേസസ് ദ ബാഗ് ഓഫ് നാൻ അറ്റ് ടോപ്പ് ഓഫ് ദ വെജിറ്റബിൾ ബോക്സ് ബിഹൈൻഡ് ടു സെർച്ച് അണ്ടർനീത്ത്. അതായത് അപ്പോൾ ഓൾറെഡി ഒരു കവർ അവന് കിട്ടിയില്ല, ആ കവർ അവൻ എന്ത് ചെയ്തു, എടുത്ത ഭാഗത്ത് തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ ബോക്സിൻ്റെ ഇടയിൽ ഒന്നും കൂടി അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, നോക്കാൻ തുടങ്ങി, സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങാനും പെട്ട് പോയിട്ടുണ്ടെങ്കിൽ വിചാരിച്ച് അവൻ മുഴുവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ സീനാണ് നമുക്ക് താഴെ പിക്ചറിൽ കാണാൻ സാധിക്കുക. അതായത് അവിടുത്തെ ഒരു ഏകദേശ വ്യൂ. അതിന് ശേഷം അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഹീ പുട്ട് ഹിസ് ഹാൻഡ് ആൻഡ് ദെൻ ഹിസ് ഹെഡ് ഇൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബോക്സസ് ഓഫ് വെജിറ്റബിൾസ്. ആദ്യം അവൻ കൈയേറ്റ് തെരഞ്ഞു നോക്കി ഇന്ന് ബോക്സിൻ്റെ ഒക്കെ ഇടയിൽ, പക്ഷെ കിട്ടിയില്ല. എന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്, തൻ്റെ ഹെഡിലെ തല അതിൻ്റെ ഉള്ളിലോട്ട് അവിടെയും ഇവിടെയൊക്കെ തിരയാൻ തുടങ്ങി. അതിൻ്റെ ഉള്ളിൽ എങ്ങാനും പോയിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെ ഒന്നും എന്ത് കാണാനില്ല, തൻ്റെ ഈ ഷൂസിൻ്റെ ബണ്ടിൽ അവിടെ ഒന്നും കാണാനില്ല. വിച്ച് അപ്സെറ്റ് ദം ഓൾ. ഈ സമയത്ത് എന്ത് ചെയ്യാണ്, ഈ മുകളിലത്തെ വെജിറ്റബിളൊക്കെ ഇല്ല എങ്ങനെ ഇളകാൻ തുടങ്ങി. ഇവൻ താഴെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സമയത്ത് ഇതിങ്ങനെ ഓർഡറിലാക്കി വെച്ചിരിക്കുകയാണ് ഈ ബോക്സൊക്കെ. അപ്പം മുകളിൽ വെജിറ്റബിൾസ് പരത്തി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. അതാണ് വിച്ച് അപ്സെറ്റ് ദം ഓൾ എന്ന് പറയുന്നത്, മുകളിലെ വെജിറ്റബിൾസ്. ദ വെജിറ്റബിൾ ബോക്സസ് ടംബിൾ ആൻഡ് വെജിറ്റബിൾ സ്കാറ്റർ ഓൺ ദ ഗ്രൗണ്ട്. ഈ സമയത്ത് എന്ത് ചെയ്തു, ആ വെജിറ്റബിൾ ബോക്സൊക്കെ പാടെ എന്ത് ചെയ്തു, മറിഞ്ഞു വീണു. അവൻ്റെ ഈ തെരച്ചിലിന് ശക്തി കാരണം ആ വെജിറ്റബിൾ ബോക്സ് മുഴുവൻ എന്ത് ചെയ്തു, തട്ടി വീണു. അപ്പം മുകളിലെ വെജിറ്റബിൾസ് എന്ത് ചെയ്തു, സ്കാറ്റേഡ്, അവിടെ മുഴുവൻ എന്ത് ചെയ്തു, പരന്നു. ആ സീനാണ് നമുക്ക് ആ പിക്ചറിൽ കാണാൻ സാധിക്കുക. ഓൺ ഹിയറിംഗ് ദ സൗണ്ട് അക്ബർ കംസ് റണ്ണിങ് ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ് ആൻഡ് സീസ് ദ വെജിറ്റബിൾസ് സ്റ്റേൺ ഓൺ ദ ഗ്രൗണ്ട്. ഈ ശബ്ദം കേട്ടപ്പോൾ നമ്മുടെ ഷോപ്പ് കീപ്പറായിട്ടുള്ള അക്ബർ എന്ത് ചെയ്യാണ്, കടറകത്ത് നിന്ന് ഓടി വന്നു. അയാൾ കാണുന്ന കാഴ്ച എന്താണ്, എൻട്രൻസിൽ താൻ അടുക്കി പെറുക്കി വെച്ച വെജിറ്റബിൾസ് മുഴുവൻ എന്ത് ചെയ്യാണ്, പരന്ന് കിടക്കുകയാണ്. തൊട്ടടുത്തായിട്ട് ആര് നിൽക്കുന്നുണ്ട്, നമ്മുടെ അലിയും നിൽക്കുന്നുണ്ട്. ഇതാണ് ആര് കാണുന്ന കാഴ്ച, നമ്മുടെ അക്ബർ, അതായത് വെജിറ്റബിൾ ഷോപ്പ് കീപ്പറായ അക്ബർ കാണുന്ന കാഴ്ച. ദെൻ അക്ബർ അനോയ്ഡ്. അപ്പോൾ അക്ബറിനോട് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടു കൂടി പറയാണ്, വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്. നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ആര്, നമ്മുടെ അക്ബർ. വൈ ഡിഡ് യു സ്പിൽ ദീസ്, ആർ യു ക്രേസി. നീ എന്തിനാണ് ഇതൊക്കെ തട്ടിമറിച്ചത്, ആർ യു ക്രേസി. ക്രേസി എന്ന് പറഞ്ഞാൽ എന്താ, നിനക്ക് ഭ്രാന്താണോ ചോദിക്കുകയാണ് ആര്, നമ്മുടെ അക്ബർ. അയാൾക്ക് ദേഷ്യത്തോടു കൂടി ചോദിക്കേണ്ടത്. താൻ അതായത് അയാൾ കഷ്ടപ്പെട്ട് നിരത്തി വെച്ച വെജിറ്റബിൾസ് മുഴുവൻ ആര് തട്ടിമറിച്ചു, അലി തട്ടിമറിച്ചു. അപ്പോൾ അയാൾ ദേഷ്യത്തോടു കൂടി ചോദിക്കുക, നീ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്, നീ എന്തിനാണ് ഇതൊക്കെ ഇവിടെ തട്ടിമറിച്ചതെന്ന് ആര് ചോദിക്കുകയാണ്, അക്ബർ അലിയോട് ചോദിച്ചു. അലി എന്താണ്, ലുക്കിംഗ് അറ്റ് ഹിം വിത്ത് ഗിൽട്ട്, അതായത് നാണക്കേടോടുകൂടി ആരെ നോക്കുകയാണ്, അക്ബറിനെ നോക്കുകയാണ്. മൈ സിസ്റ്റർ ഷൂ ഹാവ് ഡിസപ്പിയേർഡ്. എൻ്റെ സിസ്റ്റർ ഷൂ എന്ത് ചെയ്യാണ്, ഡിസപ്പിയേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്രത്യക്ഷമായിരിക്കുന്നത്, എനിക്ക് ഇവിടെ അതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ആരോട് പറയാണ്, അലി അക്ബറിനോട് പറയാണ്. അപ്പോൾ അക്ബർ, ഗെറ്റ് ലോസ്റ്റ് ബീറ്റ് ഇറ്റ്, നീ വേഗം ഇവിടുന്ന് ഇറങ്ങിപ്പോടാന്ന് പറയാണ് ആര്,
നമ്മുടെ അക്ബർ ദേഷ്യത്തോടു കൂടി പറയാണ് വേറെങ്ങി പോയിക്കോടുന്നത് പറയണ ആരോട്? അലിയോട്. അപ്പോൾ അലി, ഐ ലെഫ്റ്റ് മൈ സിസ്റ്റർ ഷൂ ഹിയർ. ഒരിക്കൽ കൂടി പറയണെന്ത്? എൻ്റെ സിസ്റ്ററുടെ ഷൂ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇവിടെയാണ് വെച്ചതെന്ന് പറയാം. അപ്പോൾ അക്ബർ ഒരിക്കൽ കൂടി പറയാം, ഐ സെഡ് ഗെറ്റ് ലോസ്റ്റ്, ബാങ് ഹിസ് ഫിസ്റ്റ് ഓൺ ദ പൈൽ ഓഫ് ബോക്സസ്. അയാൾ ദേഷ്യത്തോടു കൂടി എന്താ ചെയ്യുന്നത് അറിയോ? ഈ വെജിറ്റബിൾ ബോക്സിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ അടിച്ചുകൊണ്ട്, ബാങ് എന്ന് പറഞ്ഞാൽ ഉറക്കെ അടിച്ചുകൊണ്ട് പറയണെന്ത്? വേഗം നീ എന്ത് ചെയ്തോളൂ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് ആര് പറയാണ്? അക്ബർ അലിയോട് പറയാണ്. അലി റൺസ് അവേ സ്കേർഡ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ അലി എന്ത് ചെയ്യാണ്? പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. ഇതാണ് സീൻ നമ്പർ 3 പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പറയാം. ഈ മൂന്നാമത്തെ സീനിൽ പ്രധാനമായിട്ടും 3 ക്യാരക്ടേഴ്സാണ്. ആരൊക്കെയാണ്? ജംഗ് കളക്ടർ, അക്ബർ ദ ഷോപ്പ് കീപ്പർ ആൻഡ് അലി. പിന്നെ അവിടെ നിന്ന് നമ്മുടെ അലിയുടെ സിസ്റ്ററായ സഹറയുടെ ഷൂ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് വെച്ച സമയത്ത് അത് ജംഗ്, അതായത് വേസ്റ്റ് ആണ് തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്യാണ്? ജംഗ് കളക്ടർ എന്ത് ചെയ്തു? അവിടെ നിന്ന് കൊണ്ടുപോയി. ഈ സമയത്ത് അലി അവിടെ വന്ന് തിരയുന്ന സമയത്ത് മുകളിലെ വെജിറ്റബിൾസ് മുഴുവൻ എന്ത് ചെയ്തു? താഴത്തേക്ക് വീണ് അവിടെ മുഴുവൻ പരന്നു. ഈ സമയം ദേഷ്യത്തോടു കൂടി ആര് വരികയാണ്? നമ്മുടെ അക്ബർ സീനിലോട്ട് വന്നിട്ട് അലിയെ ചീത്ത പറഞ്ഞിട്ട് അലി അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. മൂന്നാമത്തെ സീനിൽ പറയുന്നത്. ബാക്കി കാര്യം നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.